എൻ്റെ മക്കളെ, അതായത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ മറക്കേണ്ടത് നിങ്ങളുടെ നിയോഗങ്ങളാണ് മറക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ കുഴപ്പം. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ആദ്യം മറക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ നിയോഗങ്ങൾ മറന്നു കളയണം. എന്താ കാര്യം? അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടാണ്. വൺസ് നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ കൊടുത്തു, ഈശോനെ ഏൽപ്പിക്കാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം നമ്മുടെ അല്ല. പിന്നീടില്ലേ, നമ്മളൊരിക്കലും ആ വിഷയം എഴുതി ടൈപ്പ് ചെയ്ത് അമ്മയുടേക്ക് കൊടുത്തു. അമ്മ 6 കാര്യമുണ്ട്. 6 അല്ല കേട്ടോ അമ്മേ, 10-60 കാര്യമുണ്ട്. ഇപ്പം 6 അല്ല എഴുതാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ നീ അത് കൊടുക്കുമ്പോൾ തന്നെ ആ വിഷയം ടേക്കപ്പ് ചെയ്തു. പിന്നെ നീ ആ വിഷയത്തെക്കുറിച്ച് അപരാധി കൊള്ളരുത്. ദൈവത്തിനെ ടെസ്റ്റ് അടിച്ച് നോക്കരുത്. അപ്പം ഞാൻ ഉടമ്പടി ചെയ്തല്ലോ, ഇനി ഇപ്പം PR-ൻ്റെ പേപ്പർ വന്ന് കാണും, ഓഫർ ലെറ്ററിൻ്റെ പേപ്പർ വന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഉടനെ കമ്പ്യൂട്ടറിൽ കയറി എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ അത് ചാടി വീഴരുത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും നിനക്ക് ഉടമ്പടി എന്ന് പറയുന്നത് ഏറ്റവും ഉടമ്പടി പ്രധാനപ്പെട്ട നിയോഗമല്ല. എന്താണ്? കഴിഞ്ഞ ആഴ്ച രസം പറഞ്ഞായിരുന്നു, ഉടമ്പടി പ്രധാനപ്പെട്ടത് ഉടമ്പടി തന്നെയാണ്. അതാണ് വിഷയം. ഉടമ്പടി പ്രധാനപ്പെട്ട നിയോഗമല്ല. ഉടമ്പടി പ്രധാനപ്പെട്ടത് ആരുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ആ വ്യക്തിയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആ വ്യക്തിയുമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നത് വിശ്വാസമല്ല, പിന്നെന്താണ്? വിശ്വസ്തത. അതാണ് അച്ഛൻ അതേ റിപ്പീറ്റ് ചെയ്യണേണ്ട, പഴയ ക്ലാസ്സാണിത്. നമുക്ക് ഉടമ്പടിയിൽ പ്രൈമറി റിലേഷനിൽ വരണത് വിശ്വാസമല്ല, വിശ്വസ്തതയാണ് വരണത്. എന്താണ് വിശ്വസ്തത എന്ന് പറയുന്നത്? ഫിഡലിറ്റി. എന്താണത്? സർവൈവിങ് ഫെയ്ത്ത് എന്ന് പറയും. സർവൈവിങ് ഫെയ്ത്ത്. ഫെയ്ത്തിൻ്റെ ഫെയ്ത്തിന് ഇങ്ങനെ ഷോർട്ട് ടൈം ഫെയ്ത്ത് ഉണ്ട്. കർത്താവ് പറയും ഷോർട്ട് ടൈം ഫെയ്ത്ത് എന്താ? അല്പവിശ്വാസി. എന്താ? വിശ്വാസമുണ്ട്, പക്ഷെ 2-3 ദിവസത്തെ വിശ്വാസമേ ഉള്ളൂ. അതാണ് അല്പവിശ്വാസി. എന്താണ് കാര്യം? ഫെയ്ത്ത് ഷോർട്ട് ടൈം ആകാൻ കാരണം അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പത്രോസ് കർത്താവ് കടലിന് മീതെ നടന്നു വന്നത് കണ്ടപ്പോൾ, ഇപ്പോൾ കടലിന് മീതെ നടക്കുന്നത് ഒരു പൊട്ടൻസിയാണെന്ന് മനസ്സിലായി പത്രോസിന്. പുള്ളി കടലിൽ നീന്തിയിട്ടുള്ള ആളാണ്, പക്ഷെ നടന്നിട്ടില്ല. പക്ഷെ കർത്താവ് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കടലിൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോഴേ പത്രോസ് പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് യു ലെറ്റ് മീ ഓൾസോ കം ടു യു. നീയാണ് എങ്കിൽ എന്നെ കൂടി നിൻ്റെ അടുത്ത് വരാൻ അനുവദിക്കാം. അപ്പോഴ് എന്ന് പറയുമ്പോൾ അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഒരു ചെറിയ ഇരുട്ടുണ്ടേ, അതുകൊണ്ടാണ് ആളെ മനസ്സിലാകണില്ല. പക്ഷേ കർത്താവിൻ്റെ ഉടുപ്പും മുടി കാറ്റത്ത് പറക്കണൊക്കെ കണ്ടിട്ട് ഏറെക്കുറെ അങ്ങല്ലാതെ വേറെ ആരും ഇങ്ങനെ വരാൻ സാധ്യതയില്ല. അതൊക്കെ ഒരു നോളജാണ് പുള്ളിയുടെ. അതാണ് കർത്താവ് അങ്ങാണെങ്കിൽ ഈ കടലിൻ്റെ മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ എന്നെയും അനുവദിക്കാൻ പറയും. പക്ഷേ അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഫീൽ എന്താണ്? നോട്ട് ഫെയ്ത്ത് ഫീലിംഗ് അല്ല അതിൻ്റെ അകത്തുള്ളത്, ഒരു ലവ് ഫീലിംഗ് ആണ്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ആ പേഴ്സണൽ റിലേഷനിൽ വരുന്ന സാധനം ഒരു ലവ് ഫീലിംഗ് ആണ്. ക്രിസ്തുവുമായിട്ട് ഒരു ലവ് ഫീലിംഗ്, വ്യക്തിപരമായ ലവ് ഫീലിംഗ് സാധ്യമാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ആദ്യത്തെ അപ്പോസ്തലനാണ് പത്രോസ്. യോഹന്നാനൊക്കെ പിന്നെ വരുന്ന ആൾക്കാരാണ്. സെക്കൻഡ് ടൈമിലാണ് യോഹന്നാനൊക്കെ വരുന്നത്. അത് അവസാനം അങ്ങനെയാണ്. ക്രിസ്തുവിനോട് ഒരു പേഴ്സണൽ റിലേഷൻ, നമുക്ക് ദൈവത്തോടൊരു വിശ്വാസ റിലേഷനല്ലേ ആൾക്കാർക്ക് ഉണ്ടാകണത്. അതിനേക്കാൾ ഉപരി ഒരു ലവ് റിലേഷൻ ക്രിസ്തുവുമായിട്ട് സാധ്യമാണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത് പത്രോസിനോട് ചേർന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള മഹാവിശുദ്ധന്മാരൊക്കെ, അറിയപ്പെടാത്ത വിശുദ്ധന്മാരും അറിഞ്ഞ വിശുദ്ധന്മാരും എല്ലാം ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ലെവലല്ല, പിന്നെ എന്താണ്? ഒരു പേഴ്സണൽ ലെവൽ, സ്നേഹത്തിൻ്റെ ലെവലിലാണ്. ഇപ്പം ചിലരൊക്കെ പറയും, ഞാൻ എപ്പോഴും മാതാവിനോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നില്ലേ, മാതാവ് എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയും. അതായത് ഒരു സമയത്ത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് സത്യസന്ധമാണെന്ന് ദൈവത്തിന് മനസ്സിലായാൽ ദൈവം പിന്നെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അതിന് ഒരു പഞ്ഞമില്ല ആ സംഭവത്തിന്. നമുക്ക് ദൈവം പറയുന്ന പോലെ നമ്മൾക്ക് മനസ്സിൽ ആത്മാവിൽ നമുക്ക് തോന്നിക്കുകയും നമ്മൾ അതുപോലെ ചെയ്യുകയും അതെല്ലാം സത്യമാകുകയും ചെയ്യും. ഈ ഉടമ്പടി വന്നത് അങ്ങനെയല്ലേ.
ഒരു ഇൻട്രാക്ഷൻ ഡയലോഗിലാണ് ഇതെല്ലാം വരണം. അല്ലാതെ ആരെങ്കിലും എന്നെ പഠിപ്പിച്ചതാണ് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പെന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ സംസാരത്തിൽ നിന്ന് കർത്താവ് നമുക്ക് ഉള്ളിൽ വെളിവാക്കി തന്നെ കാര്യങ്ങളാണ്. അപ്പോൾ ഉപ്പ് എനിക്കറിയത്തില്ല, ഉപ്പിന് ഇത്രയും കണ്ട് ആധികാരിക ശക്തി ദൈവത്തിൻ്റെ നാമത്തിൽ ഉപ്പ് എന്ന് പറയുന്ന മീഡിയത്തിന് അവകാശ ശക്തി, അധികാര ശക്തി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉപ്പ് ജനങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അത് വളരെ മനോഹരമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ റെഫറൻസ് തിരക്ക് ബൈബിളിൽ ചെല്ലുമ്പോഴാണ് ഉപ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള പല ഭാഗങ്ങൾ കാണുന്നത്. അപ്പോഴാണ് ഉപ്പിന് ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളത് നമുക്ക് ഉടമ്പടിയുടെ ടേംസ് കിട്ടണത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കൾക്കും തന്നെ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിൽ വളരെ തിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ്, ദൈവശാസ്ത്രപരമായിട്ടുള്ള സൂചകങ്ങളുള്ളതാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ എന്താണ്, അതൊക്കെയാണ് ഉടമ്പടി ധ്യാനത്തിൽ പറയണത്. അതുകൊണ്ടാണ് അത് ടെക്നിക്കൽ നോളജാണ്, ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്ഡേഷൻസ് വരണം, എല്ലാത്തിനും പുതിയ പുതിയ അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പടയാളികളെന്നും പറഞ്ഞൊരു വംശം തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അവർ അതിമനോഹരമായ രീതിയിൽ വെന്റിലേറ്ററിലും ICUവിലും, അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ലേ, ഇന്ത്യയിൽ തന്നെ UPSൽ 2 സീറ്റേ ഉള്ളൂ, അതിലൊരു സീറ്റ് ഇവർക്ക് കിട്ടും, പക്ഷേ ഇവർക്ക് മെറിറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുവേ, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഉടമ്പടിയുടെ കത്തിജ്വലിക്കുന്ന ആധാരങ്ങളിൽ ഒന്നെന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് എല്ലായിടത്തും ആപ്ലിക്കേറ്റാണ്. ഇതിന് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഉടമ്പടി ഇത്രയും ജ്വലിക്കാൻ കാര്യം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല, പിന്നെ എന്താണ്? എൻ്റെ കൃപ കൊണ്ടാണെന്ന്. അതാണ് ഇത്. നിങ്ങൾ ഉടമ്പടി എടുത്തവർ ശരിക്കും പറഞ്ഞാൽ ഒരു ലെറ്റർ പാഡിൽ എഴുതിയിട്ട് നിങ്ങളുടെ എവിടെ കാണപ്പെടുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. നിങ്ങളെ ഈ കുടുംബം ഇനി റൺ ചെയ്യാൻ പോണത് നോട്ട് ബൈ മെറിറ്റിലാണ്. അതായത് അടിച്ചു വെക്കണം ശരിക്കും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ ഈ ഒരു ഭജന വെളിപാട് അനന്തമായ സാധ്യതയാണ് തരണത്. ഇപ്പം നിങ്ങൾക്ക് 15 കോടി കടമുണ്ട്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ മൊത്തം വിറ്റ് ചുട്ടാലും ആ കടം പരിഹരിക്കത്തില്ല, മെറിറ്റില്ല. പക്ഷേ സാധ്യമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം ധനവാൻ ഒരു ബിസിനസ്മാനാണ്, അയാളുടെ ബിസിനസ്സുകാർ ഒന്നും ദൈവരാജ്യത്തിലേക്ക് വരാൻ വലിയ പാടാണ്. ബിസിനസ്സുകാരെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 4-5 പുസ്തകം കാണില്ല, ചിലർക്ക്, എല്ലാവർക്കും ഒന്നുമല്ല. 4-5 കുടുംബത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കാനൊരു പുസ്തകം ഇല്ലേ, ഗവൺമെൻറ് ഇൻകം ടാക്സിനെ കാണിക്കാൻ വേറൊരു പുസ്തകം, അങ്ങനെ പല പുസ്തകങ്ങൾ ചില സമയത്ത് ചില ബിസിനസ്സുകാർ സൂക്ഷിക്കുന്നു. അവർക്ക് അവിടെ ന്യായങ്ങളുണ്ട്, അതൊന്നും ശരിയാണെന്ന് സുവിശേഷത്തിൽ പറയത്തില്ല. പക്ഷേ അതല്ല, സുവിശേഷം വേറെ ചില ആശങ്കകൾ കാണിക്കും. എന്താ കാര്യം? നീ ഇങ്ങനെ ബിസിനസ് പരമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കും, അതല്ല ടാക്ടിക്സോ, അതിൻ്റെ അകത്ത് ബിസിനസ് പ്രൂഡൻസൊക്കെ ഉണ്ട്. ബിസിനസ് പ്രൂഡൻസ്, അതിനല്ലേ CA ഒക്കെ ഇരിക്കണത്. ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ശുദ്ധഗതിക്ക് പോയി തലവെച്ച് കൊടുത്ത് തലഞ്ഞൊട്ടിക്കൊണ്ട് സർക്കാർ പോകാതിരിക്കാൻ വേണ്ടി അവർ ചില CA അവരുടെ രീതിയിലുള്ള ചില ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കും. ബിസിനസ് പ്രൂഡൻസാണ്. അപ്പോൾ അല്ല സർക്കാരിനെ പറ്റിക്കലല്ല, പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കണതാണ്. അപ്പോഴും സർക്കാരിനെ പറ്റിക്കരുത്, അത് പാപമാണ്. പക്ഷെ അതല്ല, ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കും. പക്ഷെ ചെന്നാലും ചില ആൾക്കാർ ചില അതിക്രമങ്ങളിൻ്റെ അകത്ത് ക്രമം തെറ്റിയ കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, ഒരിക്കൽ വിജയകുമാറിനോട് ചോദിച്ചു, വിജയകുമാറെ ഇത് നിങ്ങളുടെ ഈ ബിസിനസ്സും നിങ്ങളുടെ ഈ സുവിശേഷ പ്രവർത്തനവുമായിട്ട് ഇതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കും. ഞാൻ ചിലയിടത്തൊക്കെ ചെന്നപ്പോൾ അദ്ദേഹമായിട്ട് കാനഡയിലോ എവിടെയോ ധ്യാനിപ്പിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ ചോദിച്ചതാണ്, വിജയകുമാർ സാർ ഇതെങ്ങനെയാണ് ഈ ബിസിനസ്സും ഇവാഞ്ചലൈസേഷനും സുവിശേഷ പ്രവർത്തനവുമായിട്ട് ശരിയാകണത്? എന്താണ്? ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്ക. അതാണ് അവർ പാര വെച്ച് സ്നേഹപൂർവ്വം ഒരു സ്നേഹപ്പാര വെച്ചതാണ് അവർ. ഇത് ചോദിച്ചപ്പോൾ വിജയകുമാർ സാർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്ന നിങ്ങളെ പൗലോസപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തന്നെ സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങൾ തന്നെ പരിത്യജിക്കാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട സുവിശേഷ നടപടികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിജയകുമാർ സാർ പറഞ്ഞ് ഏറ്റവും വലിയ നടപടി ദൈവത്തിൻ്റെ കൃപയാണെന്ന്.
വളരെ പ്രൂഡൻ്റ് ആൻസറാണ് കൊടുത്തത്. ഏറ്റവും വലിയ എന്താ കാര്യം? അതിൻ്റെ താഴെ ഉള്ളത് വായിക്കാൻ പറഞ്ഞു വിജയകുമാർ. എന്താണ്? 19:26. അതിന് താഴെ ഉണ്ടാവും. 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഞാൻ ഓർത്ത് വിജയകുമാറിന് ഇത്തരം പ്രൂഡൻസ് അങ്ങനെ കിട്ടിയെന്ന്. മനുഷ്യർക്കിത് അസാധ്യമാണ്. ഇപ്പം നമ്മൾ എന്ത് സംഭവം ചെയ്താലും ചില കാര്യങ്ങൾ മനുഷ്യർക്ക് അസാധ്യമായിട്ട് വരും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി അസാധ്യതകളാണ് കിടക്കുന്നത് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അസാധ്യമായ കാര്യം നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴെന്താ ചെയ്യണം? ബൈബിൾ പറയും എന്താണ്? നോട്ട് ബൈ മെറിറ്റ് അല്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ. മനുഷ്യർക്ക് സാധ്യമായതിനെയാണ് ബൈബിൾ മെറിറ്റ് എന്ന് പറയണത്. മനുഷ്യർക്ക് സാധ്യമായ കാര്യങ്ങളാണ് മെറിറ്റ് എന്ന് പറയണത്. പക്ഷേ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ സാധ്യമാക്കാതെ മുന്നോട്ട് പോകാതിരിക്കാനും പറ്റത്തില്ല. അതിനെന്ത് ചെയ്യും? അടുത്ത പ്രൊവിഷൻ എന്താണ്? ദൈവത്തിനല്ല. ആ വചനം എത്രയാണ്? മത്തായി 19:26. മനുഷ്യർക്ക് അത് അസാധ്യമാണ്. പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അപ്പൊ ദൈവത്തിന് അനന്ത സാധ്യതയെ ടാപ്പിങ്ങിലാണ് ഈ ഉടമ്പടി പ്രയോഗം വെച്ചിരിക്കുന്നത്. നമ്മളൊരു പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ, ശരിക്കും പറഞ്ഞാൽ ഒരു യു ടേൺ എടുക്കണ പോലെയുള്ള ഒരു മാറ്റമുണ്ട്. ചില ആൾക്കാർ യു ടേൺ ഒന്നും എടുക്കത്തില്ല. ഉടമ്പടി എടുത്താൽ നേരെ തന്നെ പോകും അങ്ങോട്ട്. ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നേരെ യു കട്ടൊക്കെ എടുക്കുകയാണ് നമ്മൾ. എന്താ കാര്യം? പ്രാർത്ഥനാ ജീവിതം കൊണ്ട് മാത്രം ദൈവത്തോട് ഉള്ള ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു പരിധി കഴിഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ദൈവവുമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം എന്താ പറഞ്ഞത്? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയത്തില്ലേ? ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പോഴത്തെ ന്യൂനമർദ്ദവും കാര്യവുമല്ല. ആധ്യാത്മിക ജീവിതത്തിലാണ് യഥാർത്ഥ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളത്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഉദ്ദേശം ഈ മെറിറ്റിൽ നിന്ന് ഗ്രേസിലേക്കുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് ചെയ്യും. വെച്ചാൽ നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നേരെ പോയി നമ്മളെ പെട്ടെന്ന് യു ടേൺ എടുക്കാൻ പറയും. എന്താ കാര്യം? ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അധിക പരിശ്രമ സ്ഥലമാണിത്. അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥനാ ജീവിതം മാത്രം ചില പറഞ്ഞല്ലേ എന്തിനാണ് ഇപ്പം കരസ്മാരിക് ധ്യാനം ഇറങ്ങിയെങ്കിലും 50 കൊല്ലം കേരളത്തിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തിലെ ഒരു 55% കുടുംബങ്ങൾ അതിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഉടമ്പടി വന്നപ്പോഴേ ഒരു 70% ഇപ്പോൾ ആയിട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ കരിസ്മാറ്റിക്കാർ 50 കൊല്ലവും കൂടി ആ പുതിയ പദ്ധതിയിലേക്ക് വരാതിരുന്ന ആൾക്കാരും ഉടമ്പടിയിലോട്ട് വന്നു. അതായത് ഉടമ്പടിക്കുണ്ടായിരുന്ന ഒരു ഗുണം അതാണ്. കാര്യം കരിസ്മാറ്റിക് മേഖല 50 കൊല്ലം ഈ കേരള മണ്ണിൽ വളരെ ശക്തമായ രീതിയിൽ അടയാളങ്ങൾ സഹിതം പ്രവർത്തിച്ചിട്ടും അതിലേക്ക് വരാതിരുന്നവർക്കെയും ഉടമ്പടി പെട്ടെന്നാണ് കൊണ്ടുവന്നത്. കാര്യം ഒരു 6 ദിവസം ധ്യാനം കൊണ്ടല്ല കൊണ്ടത്, 4 മണിക്കൂർ ക്ലാസ് കൊണ്ടാണ് ഇവർ ടാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ഇത് ദൈവജ്ഞാനത്തിലുള്ള കാര്യമാണ്. ഞാൻ ബുദ്ധി കൊണ്ട് ആലോചിച്ചതല്ല ഇത്. നമ്മൾ ദൈവമായിട്ട് സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഷോർട്ട് കട്ടുകളുണ്ട്.